29 സംസ്ഥാനങ്ങളുണ്ട് നമ്മുടെ രാഷ്ട്രത്തിൽ. ഒരു സംസ്ഥാനം കത്താൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷം കഴിഞ്ഞു. ഇന്നും അവിടെ പ്രശ്നങ്ങൾ രൂക്ഷമാകുകയല്ലാതെ തീ അണയ്ക്കാൻ ആർക്കും സാധിക്കുന്നില്ല. പറഞ്ഞു വരുന്നത് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുഞ്ഞു സംസ്ഥാനമായ മണിപ്പൂർ തന്നെയാണ്. ഇപ്പോൾ ഈ 2 ദിവസമായി വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും അതുപോലെ കലാപങ്ങളുമാണ് മണിപ്പൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്രിമാരുടെ വീടുകൾ കത്തിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കടന്നു. ഇനിയും പിടിച്ചു നിർത്താൻ സാധിച്ചില്ലെങ്കിൽ വലിയ വില രാജ്യം നൽകേണ്ടി വരും. എന്തായാലും കൂടുതൽ വിശദമാക്കാം. ഏവർക്കും ടോക്ക് സ്പേസിലേക്ക് സ്വാഗതം. ഒരു വർഷം മുൻപ് ഭാരതം തലകുലിച്ച ഒരു ദിവസമുണ്ടായിരുന്നു. മണിപ്പൂരിലെ 2 സ്ത്രീകളെ വിവസ്ത്രയാക്കി മണിപ്പൂരിലെ തെരുവിലൂടെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച. മാസങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവം പുറലോകം അറിഞ്ഞത് ഒരുപാട് വൈകിയാണ്. മണിപ്പൂരിലെ ഭീകരതയുടെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുമ്പോഴാണ് ലോകം അക്കാര്യം അറിയുന്നത്. ഏകദേശം ഒരു വർഷത്തിന് മുകളിലായി അലയടിക്കുന്ന ഒരു കലാപം. ഇന്നും അധികാരികൾ മൗനം പാലിക്കുന്നു. ഇന്ത്യ പുരോഗമനത്തിന്റെ അത്യുന്നതങ്ങളിലേക്ക് കുതിച്ചു പായുമ്പോൾ മനഃപൂർവ്വം മറക്കുന്ന ഒന്നുണ്ട്: ഭാരതം പൂർണ്ണമായും ഉന്നതിയിലേക്ക് എത്താനുള്ള യോഗ്യത ഉണ്ടോ എന്നുള്ളത്. കാരണം മണിപ്പൂർ ഇരുട്ടിലേക്ക് നീങ്ങുമ്പോൾ എന്തുകൊണ്ട് ഇതിനൊരു പരിപൂർണമായ ഒരു അവസാനം ഉണ്ടാകുന്നില്ല? ഇതിനുള്ള ഉത്തരം ആരു പറയും? ഭരണാധികാരികൾ ഇതിനുത്തരം പറഞ്ഞേ കഴിയൂ. നിങ്ങളെ വോട്ട് ജയിപ്പിച്ചവരാണ് വീട് നഷ്ടപ്പെട്ട്, മാനം നഷ്ടപ്പെട്ട്, ജീവൻ നഷ്ടപ്പെട്ട് തെരുവുകളിലായി ഭ്രാന്തമായി അലഞ്ഞു നടക്കുന്നത്. ഇതാണോ ഭാരതം ആഗ്രഹിച്ച പുരോഗതി? വർഗീയ കലാപമാണ് അവിടെ നടക്കുന്നതെന്ന് ആരോപിക്കുന്ന പലരും ആലോചിക്കണം. ഗോത്രവർഗങ്ങൾ അധിവസിക്കുന്ന മണിപ്പൂരിൽ നടക്കുന്നത് ഒരിക്കലും വർഗീയ കലാപമല്ല എന്നുള്ളത്. അവിടെ തികച്ചു നടക്കുന്നത് ഗോത്ര കലാപമാണ്. ഗോത്ര വംശീയ കലാപം ഇതുവരെ അവസാനിപ്പിക്കാൻ സർക്കാരിന് കഴിയാത്തത് അങ്ങേയറ്റം നാണക്കേട് തന്നെയാണ്. ഇപ്പോൾ 3ാമതും അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി സർക്കാരിന് ഇത് അങ്ങേയറ്റം നാണിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ലോകത്തിലെ ഒരുവിധം രാജ്യങ്ങൾ പുകഴ്ത്തിപ്പാടുന്ന ഒരു പ്രധാനമന്ത്രി, അദ്ദേഹം ഭരിക്കുന്ന രാജ്യം, പരമോന്നത പുരസ്കാരങ്ങൾ കൈനിറയെ ലഭിച്ച ഒരു പ്രധാനമന്ത്രിക്ക് ഇത് അങ്ങേയറ്റം കുറ്റബോധം തോന്നേണ്ട നിമിഷങ്ങൾ തന്നെയാണ്. കാരണം മണിപ്പൂരിന് വേണ്ടി ശബ്ദിക്കുക പോയിട്ട് വാ തുറക്കാൻ മടിക്കുന്നത് ഇപ്പോഴും എന്തിനാണ് എന്നുള്ളതാണ് ആലോചിക്കുന്നത്. കണ്ണില്ലാ ക്രൂരത കാണിക്കുന്നത് ഇപ്പോൾ സർക്കാർ തന്നെയാണ്. ഇനിയും അവിടെ നിന്നും ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകാം. കാരണം വിവരമില്ലായ്മയുടെയും അതിക്രൂരതയുടെയും അവസാന വാക്കാണ് മണിപ്പൂരിൽ ഒരു വർഷം മുൻപ് നടന്നത്. അത് ഇനിയും ഉണ്ടാക്കാൻ അനുവദിച്ചുകൂടാ. ഇവിടെ എടുത്തു പറയാനുള്ള ഒരു കാര്യം, ഇപ്പോൾ ഇറാൻ ഇസ്രയേൽ പ്രശ്നം പരിഹരിക്കാൻ ഇന്ത്യയുടെ സഹായം തേടുന്നുണ്ട്. ഇപ്പോൾ ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യയുടെ സഹായം തേടുന്നു. ലോകത്തെ എവിടെ പ്രശ്നം നടന്നാലും അവിടെ ഇന്ത്യ സമാധാന രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്തുകൊണ്ട് സ്വന്തം രാജ്യത്ത് നടക്കുന്ന ഒരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ സർക്കാരിന് സാധിക്കുന്നില്ല? കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ വെച്ച് നടന്ന മണിപ്പൂരി പ്രതിഷേധത്തിൽ അവിടെ കൂടി നിന്ന സ്ത്രീകൾ പറഞ്ഞത് സ്ത്രീകൾക്ക് സുരക്ഷ എത്രയും പെട്ടെന്ന് ഉറപ്പാക്കണം എന്നുള്ളതാണ്. കാരണം സർക്കാർ ഇനിയും ഇതിൽ ഇടപെട്ടില്ലെങ്കിൽ നാളെ ഇവരുടെ എല്ലാം സ്ഥിതി എന്താകുമെന്ന് അവർക്ക് മുൻകൂട്ടി ഒരു കാഴ്ചപ്പാടുണ്ട്. മണിപ്പൂരിൽ ഇപ്പോൾ വീണ്ടും ഉണ്ടായിരിക്കുന്ന കലാപത്തിന് പിന്നിലുള്ള ഒരു കാരണം മണിപ്പൂരിലെ ഒരു കുടുംബത്തിലെ 6 പേരെ വിഘടനവാദികൾ തട്ടിക്കൊണ്ടുപോയിരുന്നു. അതിൽ 3 സ്ത്രീകളും 3 കുട്ടികളും ഉണ്ടായിരുന്നു. 6 അല്ലെങ്കിൽ 8 മാസം പ്രായമുള്ള കൈക്കുഞ്ഞു വരെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഓർക്കണം, 6 പേരെയും നിഷ്കരണമാണ് അവർ യാതൊരു ദയയും കൂടാതെ കൊന്നുകളഞ്ഞത്. അവരുടെ എല്ലാ മൃതദേഹങ്ങൾ അവിടെ ഒരു നദിയിൽ നിന്നുമാണ് പിന്നീട് കണ്ടെത്തിയത്. പല സ്ഥലങ്ങളായിട്ട് കണ്ടെത്തി. ഇതിനെ തുടർന്നാണ് മണിപ്പൂരിലെ വിവിധ ഭാഗങ്ങളിൽ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത്. മന്ത്രിമാരുടെ വീടുകൾ കത്തിക്കുന്നു, ക്രൈസ്തവ ദേവാലയങ്ങൾ കത്തിക്കുന്നു, കുക്കികൾ 7ഓളം ഗ്രാമങ്ങളൊക്കെയാണ് ആക്രമിച്ചിരിക്കുന്നത്. അങ്ങനെ മണിപ്പൂരിലെ സ്ഥിതിഗതികൾ വളരെ മോശമായാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടെ അർദ്ധസൈന്യ സേന വിന്യസിച്ചിട്ടുണ്ട് പ്രശ്നം ഒതുക്കാൻ വേണ്ടി. പക്ഷെ എത്ര നാൾ പിടിച്ചു നിർത്താം? ഇതിന് വേണ്ടത് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ്. സ്ത്രീകൾ വീണ്ടും അവിടെ ആക്രമിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതും വളരെ മൃഗീയമായിട്ട്. 3 കുഞ്ഞുങ്ങളുടെ അമ്മയെ അവരുടെ കൺമുന്നിൽ വെച്ച് വളരെ മൃഗീയമായി പീഡിപ്പിച്ചതിന് ശേഷം ചുട്ടുകൊല്ലുന്നു. ഇന്ത്യയിലാണ് ഇതെല്ലാം നടക്കുന്നത്.
നമ്മൾ അഭിമാനത്തോടെ കാണുന്ന ഇന്ത്യയിലാണ് ഇതെല്ലാം നടക്കുന്നത്. ഒരു വർഷം മുൻപ് എന്താണോ നടന്നത് അത് തന്നെ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. ജീവനും സ്വത്തിനും യാതൊരു സുരക്ഷയുമില്ല. എപ്പോ വേണമെങ്കിലും ആർക്കും എന്തും സംഭവിക്കാവുന്ന ഒരു സ്ഥിതി. എന്താണ് യഥാർത്ഥത്തിൽ മണിപ്പൂരിൽ അവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താണ്? ഇത് രണ്ട് ജാതി കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള ഒരു പ്രശ്നത്തിനുപരി രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തെയാണ് സൂചിപ്പിക്കേണ്ടത്. മണിപ്പൂരിലെ അസം അതിർത്തിയിലുള്ള ജെറിബാം എന്ന ഗ്രാമത്തിൽ കുക്കികളും അതുപോലെ മെയ്തികളും വിഭാഗക്കാരാണുള്ളത്. ഇവരെല്ലാം ഒന്നിച്ചു നിന്നിരുന്ന വളരെ സമാധാനപരമായ ഒരു പ്രദേശം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് രണ്ട് വിഭാഗവും ഇടകലർന്നല്ലാതെ വേറെ വേറെ താമസിച്ചിരുന്നെങ്കിലും അവിടെ സമാധാനം നിലനിന്നിരുന്നു എന്ന് പറയാം. ഇപ്പൊ കഴിഞ്ഞ മണിപ്പൂർ കലാപം ഉണ്ടായപ്പോൾ എഫക്റ്റ് ചെയ്യാതിരുന്ന ഒരു പ്രദേശം കൂടിയാണ്. അന്ന് അവിടെ പ്രശ്നങ്ങൾ നടന്നപ്പോൾ ജെറിബാം സ്വദേശികൾ അവിടെ സമാധാനം വേണമെന്ന് ആഗ്രഹിച്ച ഒരു പ്രദേശം കൂടിയാണ്. മണിപ്പൂർ നമുക്കറിയാം 80% ഭൂമിയും മലനിരകളാണ്. അതുകൊണ്ട് തന്നെ കുക്കികൾ താമസിച്ചിരുന്നത് മലനിരകളിലാണ്. ആ മലനിരകളുടെ താഴെയാണ് ഇംഫാൽ താഴ്വര സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ മധ്യത്തിലായിട്ടാണ് ഈ മെയ്തികൾ താമസിച്ചിരിക്കുന്നത്. അതിൽ കൂടുതൽ പേരും ഹിന്ദുക്കളാണ്. പക്ഷേ മറ്റു വിഭാഗക്കാരും മെയ്തികളിലുണ്ട്. പക്ഷെ കുക്കികളിലാണെങ്കിൽ ഭൂരിപക്ഷവും ക്രൈസ്തവരാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതൊരു വർഗീയ ലഹളയാണ് എന്നുള്ള തരത്തിലേക്ക് ആളുകൾ കൊണ്ടെത്തിക്കുന്നതും. ഇനി ജെറിബാം പ്രദേശത്ത് നോക്കുകയാണെങ്കിൽ അവിടെ മെർ വിഭാഗക്കാരാണ്. അത് ഈ മെർ വിഭാഗക്കാരെന്ന് വെച്ചാൽ കുക്കികളിലുള്ള ഒരു വിഭാഗക്കാരാണ്. ഇവിടെ സംഭവിച്ചത് ഇവിടെ ഒരു ഭർത്താവിനെയും ഗർഭിണിയായ ഒരു ഭാര്യയും ക്രൂരമായി കൊലപ്പെടുത്തി. അതായത് ഭർത്താവിനെ കൊന്നതിന് ശേഷം ഗർഭിണിയായ ഭാര്യയെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തതിന് ശേഷം കൊല്ലുകയായിരുന്നു. ഭർത്താവായ യുവാവ് മറ്റൊരു ഗ്രാമത്തിൽ നിന്നും ഭാര്യയെ കാണാൻ ഭാര്യയുടെ ഗ്രാമത്തിലേക്ക് വന്നതായിരുന്നു. അപ്പോഴാണ് അതിക്രൂരമായ കൊലപാതകത്തിന് വിധേയരാകുന്നത്. ഇതിനെ തുടർന്ന് രോക്ഷാകുലരായ കുക്കികൾ മെയ്തികളുടെ അഭയാർത്ഥി കേന്ദ്രമായ ഒരു പ്രദേശം ആക്രമിച്ചു. അവിടെ CRP സൈനിക സംരക്ഷണം ഉള്ള ഒരു പ്രദേശം കൂടിയാണ്. അവിടെ നിന്നുമാണ് 3 സ്ത്രീകളെയും കുട്ടികളെയും തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത്. പക്ഷേ തട്ടിക്കൊണ്ടുപോകാൻ വന്ന കുക്കികളിൽ 10ഓളം പേരെ CRP ജവാന്മാർ വെടിവെച്ച് കൊന്നിരുന്നു. എന്നിരുന്നാലും തട്ടിക്കൊണ്ടുപോയവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല അവർക്ക്. ഇത് അവിടെയുള്ള മെയ്തികളുടെ ഇംഫാൽ താഴ്വര മൊത്തത്തിൽ ഇളകി എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ വസതിയിലും മറ്റു പല മന്ത്രിമാരുടെ വസതികളും എല്ലാം കത്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എല്ലാം കടന്നു. മുഖ്യമന്ത്രി ബിരേൻ സിംഗ് കഴിഞ്ഞ കലാപം നടന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്, 6 മാസത്തിനകം മണിപ്പൂരിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ട് സമാധാനാന്തരീക്ഷമാകും എന്നുള്ളത്. പക്ഷെ അദ്ദേഹം പറഞ്ഞു 3 മാസം തികയുന്നതിന് മുമ്പ് വീണ്ടും അവിടെ പ്രശ്നങ്ങൾ ഗുരുതരമായി. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ 1.5 കൊല്ലത്തിനിടയ്ക്ക് മണിപ്പൂരിൽ കൊല്ലപ്പെട്ടത് 250ഓളം പേർ. അതും വളരെ ക്രൂരമായിട്ടാണ് കൊല്ലപ്പെട്ടത്. ശരിയാകാം, മണിപ്പൂരിലെ സംഘർഷത്തിൽ ഇടപെടാൻ ഒരുപക്ഷെ കേന്ദ്രത്തിന് പരിമിതികൾ ഉണ്ടാകാം, പെട്ടെന്ന് ചെന്ന് ഇടപെട്ട് തീർക്കാൻ ഇവിടെ സാധിക്കുന്നുണ്ടാവില്ല. എന്നാൽ മണിപ്പൂർ ഇന്ത്യയുടെ ഭാഗം തന്നെയാണെന്ന് ഓർക്കണം. കാശ്മീരിനെ പോലെ തന്നെ പ്രത്യേക പദവിയും നൽകിയിട്ടുള്ള സംസ്ഥാനം തന്നെയാണ് ഈ മണിപ്പൂരും എന്ന് കരുതി അത് ഭാരതത്തിന്റെ അല്ല എന്നതാണോ ഉദ്ദേശിക്കുന്നത്? ഇത് കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ട കാര്യമാണോ? എന്തുകൊണ്ട് ഇടപെടുന്നില്ല? ഇതുവരെ ആയിട്ടും എന്തുകൊണ്ട് പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കുന്നില്ല? വ്യക്തത വരുത്തേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അമിത്ഷാ മാത്രമല്ല അവിടെ പോയി ഇതിനൊരു അടിയന്തര തീരുമാനം എടുക്കേണ്ടത്. രാജ്യം കത്തി നിൽക്കുന്ന ഒരു വിഷയമാണിത്. മണിപ്പൂര് സ്ത്രീകളെയും കുട്ടികളെയും പച്ചയ്ക്ക് കത്തിക്കുമ്പോൾ മാത്രമാണ് രാജ്യം അറിയുന്നത്. ഇപ്പം സാമൂഹ്യ മാധ്യമങ്ങൾ ജസ്റ്റിസ് ഫോർ മണിപ്പൂർ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുക. അതിന്റെ ഒരു തീവ്രത വിടുമ്പോൾ മണിപ്പൂരിലെ എല്ലാവരും മറക്കും. വീണ്ടും അവിടെ പ്രശ്നങ്ങൾ വരുമ്പം വീണ്ടും #കളെല്ലാം ഉയർന്നു വരും. അതല്ല ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഒരു കർത്തവ്യം എന്ന് പറയുന്നത്. ഇതുവരെ മണിപ്പൂർ സന്ദർശിക്കാത്തതിനെ വ്യക്തത വരുത്തേണ്ടത് ഒരു അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ നടക്കുന്ന കലാപങ്ങൾ അടിയന്തര യോഗം വിളിച്ചുകൂട്ടി തീരുമാനമെടുത്ത് കലാപ പ്രദേശം നേരിട്ട് സന്ദർശിച്ച് അവിടുത്തെ യഥാർത്ഥ പ്രശ്നം മനസ്സിലാക്കണം. ഇവിടെ ഇരകൾ ആരാണ് കലാപം സൃഷ്ടിക്കുന്നത് എന്നും പോലും ഉള്ള ഒരു വ്യക്തത ഇതുവരെ ഇല്ല. 2 ദിവസത്തിനിടെ കൊല്ലപ്പെട്ടത് 20ഓളം ആളുകളാണ്. ഇനി എത്ര പേർ ആക്രമിക്കപ്പെട്ടു എന്നുള്ളതിന് വ്യക്തതയില്ല. ഇത് ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിലാണ് നടന്നെങ്കിൽ ഈ പറയുന്ന പ്രധാനമന്ത്രിയും എല്ലാവരും കൈകെട്ടി നോക്കി നിൽക്കുമോ? പിന്നെ എന്തിന് മണിപ്പൂരിനോടിത്? ഇവിടെ ഇവർക്ക് ആരാണ് നീതി നൽകേണ്ടത്? ഇവിടെ എല്ലാവരും കലാപകാരികൾ തന്നെയാണ്, എല്ലാവരും ഇരകളാണ്. മണിപ്പൂരിൽ ഇപ്പോൾ ആരും സുരക്ഷിതരല്ല, എല്ലാവരും ആക്രമിക്കപ്പെടുന്നു. മുഖ്യമന്ത്രി പോലും സംരക്ഷണത്തിലാണ്.
ബംഗ്ലാദേശിനും ശ്രീലങ്കയ്ക്കും സമാനമായ അന്തരീക്ഷമാണ് മണിപ്പൂരിലും സംഭവിക്കുന്നത്. പക്ഷേ മണിപ്പൂരിൽ നടക്കുന്നത് കണ്ണില്ലാ ക്രൂരതയുടെ മുഖമാണ്. മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ല ഗോത്രവർഗക്കാർക്ക്. ഇരകളെ മൃഗങ്ങൾ ആക്രമിച്ച് കൊല്ലുമ്പോൾ പിന്നെയും ദയയെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഗർഭിണികളെ ആക്രമിക്കാതെ ഒഴിഞ്ഞു പോകുന്ന സിംഹത്തെയൊക്കെ കേട്ടിട്ടുണ്ട്. അവിടെ കരുണ കാണിക്കുന്നു മൃഗങ്ങൾ. എന്നാൽ ഇവിടെയോ വിശദീകരിക്കാൻ കഴിയില്ല. ആ ക്രൂരത അത്രയും ഭീകരമാണ്. ജീവനോടെ കത്തിക്കുന്ന സമൂഹം. ഇവിടെ ആർക്കാണ് നീതി വേണ്ടത്? ആരാണ് സംരക്ഷിക്കപ്പെടേണ്ടത്? തീരുമാനം ഉടനടി ഉണ്ടാവണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും.